അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ആശൂറ രാവും അതിവിശിഷ്ടമായ വെള്ളിയാഴ്ച രാവും കരുണക്കടലായ റബ്ബ് ഇതെല്ലാം കൂടെ നമുക്കങ്ങ് ഒരുമിച്ച് തന്നേക്കാണ് അല്ലേ. അൽഹംദുലില്ലാഹ്. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നാണ്. മനസ്സറിഞ്ഞൊരു 33 തവണ അള്ളാഹുവിനെ സ്തുതിച്ചേ. ഏത് ഘട്ടത്തിലും അള്ളാഹിനെ സ്തുതിക്കുന്നവർക്കാണ് എല്ലാ അനുഗ്രഹങ്ങളും. ശകർത്തും ലഅസീദന്നകും. നിങ്ങൾ നന്ദി ചെയ്താൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും ഇല്ലേ. ആ നന്ദിയുടെ ഒരു ഭാഗമാണ് മനസ്സറിഞ്ഞ് ഹംദ് പറയാന്ന് പറയണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ العالمين الحمد لله رب 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 العالمين. കരുണക്കടലായ റബ്ബ് നമ്മൾ ചൊല്ലിയ ഹംദിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവും ആശൂറ രാവും കൂടെ വരുമ്പോൾ വല്ലാത്തൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള നിമിഷമാണ് ഇല്ലേ. അതിലേറ്റവും സന്തോഷകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഈ സ്വലാത്ത് ഇങ്ങനെ കാണുകയാണ് ഇല്ലേ. വെള്ളിയാഴ്ച രാവും പകലും മുത്തുനബി നേരിട്ട് കാണുമെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കാണാൻ, ആ കാണുന്ന നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കി, മുത്തുനബി സന്തോഷിക്കുന്നൊരു നിമിഷം കിട്ടിയാൽ ആശൂറ രാവ് നമ്മുടെ കയ്യിലിരിക്കൂലേ, ആശൂറ ദിനം നമ്മുടെ കയ്യിലിരിക്കൂലേ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുടെ രാവും പകലും മുത്തുനബി നമ്മുടെ സ്വലാത്ത് കാണുമെന്ന് പഠിപ്പിച്ചതാരാ? ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെയല്ലേ. ചെറിയ സ്വലാത്ത്, ഫാത്തിമ ബീവിയുടെ സ്വലാത്ത്, 100 കൊണ്ട് തിളങ്ങേണ്ട സ്വലാത്ത് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വ അഹ്ലിഹി, 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 اللهم صل على النور وأهله 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 اللهم صل
صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله أوقفت العمر عليه بمديح بين يديه فوضت الأمر إليه فاختر لي رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم فشعرنا به يسمعنا لم يكد الكون يسعنا رباه به فاجمعنا على حوض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وهناك أموت وأحيا والروح بطه تحيا فأكاد أناجي الواحيا في روض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന ഒരു സദസ്സായി സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ആശൂറാന്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഈ ആശൂറാ ദിനമൊക്കെ വരുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞ അള്ളാഹുലേക്ക് തൗബ ചെയ്യാന്നുള്ളതാണ്. ആ തൗബയിലൂടെ നമുക്ക് അള്ളാഹ് എല്ലാം തരും അല്ലേ. ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീരും. ഏത് കുടുക്കിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത്, ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടും. എത്ര വലിയ വേദനയും നീങ്ങും, മാരക രോഗങ്ങൾ മാറും, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും. ഇതൊക്കെ ഖുർആനിന്റെ അധ്യാപനമാണ്. ചിന്തിച്ചു നോക്കിയങ്ങൾ. അപ്പൊ മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ 27-ാം രാവാകാൻ കാത്തിരിക്കരുത് അല്ലേ. നമ്മളിപ്പോ ഈ സമയത്തൊരു തെറ്റ് ചെയ്തു. ഈ തെറ്റ് ചെയ്താൽ ഉടനെ അടുത്ത നിമിഷം തന്നെ തൗബ നിർബന്ധമാണ്. പിന്നെ 27-ാം രാവാകാൻ വേണ്ടി കാത്തിക്കരുത്. അതിനുമുമ്പ് നമ്മൾ മരിച്ചു പോയാലോ. മനസ്സറിഞ്ഞൊരു 33 തവണ ചൊല്ലിക്ക് അള്ളാഹു എല്ലാം തരും. എൻ്റെ റബ്ബിനോടുള്ള പ്രണയം നിറഞ്ഞുകൊണ്ട് വേണം ഇല്ലേ. ഒരു കൊല്ലം മനോഹരാകണമെങ്കിൽ അതിൻ്റെ തുടക്കം നന്നാകണം. ഇപ്പം നമ്മളൊരു കട തുടങ്ങുമ്പോൾ നല്ലൊരു തങ്ങളെ കൊണ്ടുവന്ന് നല്ലൊരു ആലിമിനെ കൊണ്ടുവന്ന് കട തുടങ്ങിക്കുന്നതിനാ, ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതിനാ, തുടക്കത്തിൽ ബറക്കത്തുണ്ടാകാനാണ് ഇല്ലേ. കല്യാണം നമ്മൾ നടത്താൻ പോകുമ്പോൾ നല്ലൊരു ദിവസം നോക്കി വെക്കും, ബറക്കത്തുള്ള ദിവസം നോക്കി വെക്കും. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ്. എന്നതുപോലെ ഈ ഒരു മുഹറം കൊണ്ട് ഈ പുതുവർഷം തുടങ്ങുമ്പോൾ ഇന്നത്തെ ഈ ആശൂറായിൻ്റെ രാവും പകലും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ മനസ്സറിന് തൗബയുടെ മന്ത്രങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരട്ടെ. അള്ളാഹു ഒരു കൊല്ലം മനോഹരാക്കി തരും ഇല്ലേ. മനസ്സറിനും ചൊല്ലിക്കെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 أستغفر الله العظيم 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 أستغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നീ ഞങ്ങളെ കൈവെടിയല്ലേ റഹ്മാനേ. പടച്ചവനെ, ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ മനസ്സുകളിലുണ്ട്. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാ. കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ. മനസ്സറിഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ എന്താ? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ചൊല്ലിയ ദിക്ർ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. പടച്ചോനെ, എനിക്ക് നിന്നെ മതിയല്ല. അതല്ലേ, അതൊരു ഞാനതിൻ്റെ വൈകാരികത കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലേ, നമ്മുടെ മറ്റേ ചാനലിൽ. അതായത് ഒരു ഭർത്താവ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് പറയണം, അടി ഞാൻ ഇന്നാലിന്ന സ്ഥലത്ത് പോവാ, നിനക്ക് എന്താ വേണ്ടത്? ഇക്കാക്ക് എനിക്ക് അത് വേണം ഇത് വേണം ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷെ അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എന്താ? അത് എനിക്ക് നിന്നെ മതി. ഹസ്ബി അല്ലാ, എനിക്ക് നിന്നെ മതി, എനിക്ക് നിന്നെ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇക്കാക്കാനെ മതി. ഇക്കാക്കൊന്ന് വേഗം വന്നാൽ മതി ഇക്കാക്ക. ഇല്ലേ, അതിലപ്പുറം എന്ത് നല്ല വാക്കങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കണത്? അത് കേട്ടെങ്കിൽ ഡയമണ്ട് അല്ല, കയ്യിലുള്ളത് മുഴുവൻ വിറ്റിട്ടാണെങ്കിലും അവൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും. ഇത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഇല്ലേ, ഇപ്പോൾ നമ്മൾ വാപ്പായുമായി എന്തെങ്കിലും വർത്താനം കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ വന്നിട്ട് എന്താ വാപ്പിയെന്ന് ചോദിക്കുമ്പോൾ അത് വാപ്പിയമ്മയും സംസാരിക്കണ കാര്യമാണ്. കുഞ്ഞിനത് മനസ്സിലാവില്ല. ഇല്ലേ, തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ചോദിക്കുന്നുണ്ട്, ഹെൽപ്പ് എന്തെങ്കിലും വേണോ? അത് ഞാനും പടച്ചവനും തമ്മിലുള്ള കാര്യമാണ്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനസ്സറിഞ്ഞ് ചൊല്ലിക്കെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ 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 ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിൽ നിന്ന് ഉയർത്തിയ റബ്ബേ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കൈ പിടിക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ അല്ലാ. ഒരുപാട് സങ്കടങ്ങളിൽ പെട്ടുപോയ ആളുകളുണ്ട്. ഇബ്രാഹിം നബിയെ തീകുണ്ടാരത്തിൽ നിന്ന് ഉയർത്തിയത് ഈ ദിക്റാണെങ്കിൽ ഉറപ്പിച്ചോ നല്ല ഖലാസോടെ ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ ഉയർത്തുമല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രക്ഷയുടെ ദിക്റാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അല്ലേ, മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക്. യൂനുസ് നബിയെ ആഴക്കടലിൽ നിന്ന് റബ്ബുൽ ആലമീൻ രക്ഷിച്ചെടുത്തു. നമ്മളെയും കൈപിടിക്കുമല്ല. ആ ഇഖ്ലാസ് ഉണ്ടായാൽ മതി എന്നാണ്. അല്ലേ, ഈ ആശുറായിൻ്റെ രാവിലും അതുപോലെ ആ വെള്ളിയാഴ്ച രാവിലും ആശുറായിൻ്റെ പകലിലൊക്കെ നമുക്കിത് ചൊല്ലാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വല്ലാത്തൊരു സൗഭാഗ്യമല്ലേ. അപ്പോൾ 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന നമ്മുടെ മജ്ലിസ് നാളെ വൈകുന്നേരം 4:30 മണിക്കാണ്. എല്ലാവരും കൃത്യം പങ്കെടുക്കണം കേട്ടോ. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ നിമിഷമാണ്. ഒന്നാമത്തേത് ആശുറ ദിനാണ്, ഏറ്റവും പ്രാധാന്യമുണ്ട്. അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസം അസർ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള സമയം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന മനോഹരമായ നിമിഷമാണ്. നമുക്കപ്പോൾ
മനോഹരമായ മജ്ലിസ് നടത്തണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക്. അക്കൂട്ടത്തിൽ ഈ ആശുറ രാവിലും പകലിലും ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്യലാണ്. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കലാണ്. അങ്ങനെ നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ ഒരു കൊല്ലം സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്കുണ്ട് എന്നാണ്. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിൽ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. കൈയഴിഞ്ഞ് സഹായിക്കുക എല്ലാവരും. അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി തരട്ടെ. 2 നമ്പറുണ്ട്. 2 നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന QR കോഡിലേക്ക് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അയക്കാവുന്നതാണ്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. കരുണക്കടലായ റബ്ബേ, ഈ പരിശുദ്ധ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ. നിന്നോടുള്ള പ്രണയം നിറച്ചു നൽകണേ അല്ലാ. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാ. എനിക്ക് അല്ലാതെ ആരുമില്ല. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് മാത്രമല്ല എൻ്റെ ആശയം. എനിക്ക് അല്ലാതെ ആരുമില്ല. ആ ബോധ്യം നമ്മുടെ ഖൽബിലേക്ക് ഇങ്ങനെ വരണം. വല്ലാത്തൊരു വൈകാരികമായ ഫീലാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 ثم الرضا عن أبي بكر وعن عمر وعن علي
وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على النبي وأهل البيت كلهم. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ രാവും കൂടെയാണല്ലേ ആശൂറ രാവ്. മനസ്സറിഞ്ഞ അവിടുത്തെ ഹദറത്തിലേക്ക്, നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓദിക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. ഈ സദസ് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ വേദനകൾക്കും ശമനം നൽകണേ അല്ലാ. പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്. എല്ലാവർക്കും ആജിലും കാമിലുമായ ശിഫ നീ നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. മനസ്സറിഞ്ഞ ആമീൻ പറയണം. നമ്മുടെ സങ്കടങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. എല്ലാ വേദനകളും അല്ലാഹു നീക്കി തരട്ടെ. അല്ലേ, എത്രയോ സങ്കടങ്ങളോടുകൂടിയാണ് ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നത്. പലരും ഹദിയ ചെയ്തത് പോലും കയ്യിലില്ലാതിരുന്നിട്ടാണ്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണാവാരിധിയായ അല്ലാ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ അറഫ രാവും വെള്ളിയാഴ്ച രാവും ഒരുമിച്ച് ഞങ്ങൾക്ക് തന്ന റബ്ബേ, നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവില്ലല്ലോ അല്ലാ. പരിശുദ്ധമായ അറഫ രാവിന്റെയും അറഫ ദിനത്തിന്റെയും വെള്ളിയാഴ്ച രാവിന്റെയും പകലിന്റെയും എല്ലാം പുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ
നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ, ബാപ്പ മരണപ്പെട്ടവർ, ഉമ്മ മരണപ്പെട്ടവർ, ഇണകൾ മരണപ്പെട്ടവർ, മക്കൾ വിട പറഞ്ഞവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും ഇന്ന് ഖബറിലാണ്. എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് ഇതിന്റെ മിസില സവാബ് നീ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറിൽ എന്തേത് പ്രയാസങ്ങളുണ്ടോ ദൂരീകരിക്കണേ അല്ലാ. ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അദാബിലാക്കല്ലേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ ഒരുപാട് അമലുകളൊന്നും ഞങ്ങളിലില്ല അല്ലാ. ഉള്ള അമലുകളെല്ലാം ന്യൂനതകൾ നിറഞ്ഞതാണ് അല്ലാ. നിന്റെ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാ. അമലുകൾ ധാരാളം നിനക്ക് തൃപ്തിയാകുന്ന രീതിയിൽ ചെയ്ത് ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്. പലരും ഹോസ്പിറ്റലുകളിലാണ്. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. തളർന്നു പോകുന്ന അസുഖങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. പൊന്നുമക്കളും ഇണകൾ പോലും വെറുക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ലാ. അറപ്പോട് നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. മരിക്കുവോളം നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. നിന്റെ ഹബീബിന്റെ റൗളയിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അസ്സലാമു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് കൽബ് പൊട്ടിയിട്ട് എന്റെ ഹബീബിന് സലാം പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്. യാ റബ്ബനാ, ആ ഹദിയകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. വേദനകളെല്ലാം നീ അകറ്റണേ അല്ലാ. സങ്കടങ്ങളെല്ലാം നീ തുടയ്ക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലേ അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാ. മക്കളെ കുറിച്ചോർത്ത് സങ്കടപ്പെടുകയാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അദബുള്ളവരാക്കണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഗർഭിണികളുണ്ട്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. യാ റബ്ബനാ, തൊഴിൽ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കണേ അല്ലാ. പ്രവാസികളുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. ഖൈറ് ചൊരിയണേ അല്ലാ. ഹദിയകൾ ചെയ്യുന്നവരുണ്ട്. ജീവിതത്തിലുടനീളം കാവലേകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, പലവിധ പരീക്ഷകൾ എഴുതാൻ പോകുന്നവരുണ്ട്. ബറക്കത്ത് നൽകണേ അല്ലാ. യാ റബ്ബനാ, ഖൈറായ സ്ഥാപനങ്ങളിൽ, ഖൈറായ കോളേജുകളിൽ നീ അഡ്മിഷൻ നൽകണേ അല്ലാ. പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, കരുണക്കടൽ റബ്ബേ, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. സ്വന്തമായ ഒരു സ്ഥലം മേടിക്കണമെന്ന് കൊതിയുണ്ട്, വീട് വെക്കണമെന്ന് കൊതിയുണ്ട്, എളുപ്പമാക്കണയല്ല. കടം വാങ്ങിയത് തിരിച്ചു തരാത്തവരുണ്ട്, മനസ്സ് നീ നന്നാക്കണയല്ല. വിറ്റുപോകാൻ വേണ്ടി സ്ഥലവുമായി കാത്തിരിക്കുന്നവരുണ്ട്, എളുപ്പമാക്കണയല്ല. വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. വിവാഹം ഉറപ്പിച്ചവരുണ്ട്, കയ്യിലൊന്നുമില്ല എന്ന സങ്കടം പറഞ്ഞവരാ. പറഞ്ഞവനെ അതിനുള്ള മാർഗങ്ങളെല്ലാം നീ എളുപ്പമാക്കണയല്ല. റാഹത്തായ കുടുംബജീവിതം നീ നൽകണേയല്ല. പഠിച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും താജ്ദാരേ മദീന സർവരേ ആലം സർക്കാർ ദു ആലം നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.